നമസ്കാരം. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ ഇഡി പരിശോധനയ്ക്ക് പിന്നാലെ ഉണ്ടായ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ നിയമ നടപടികൾ കർശനമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രതികളുടെ ജാമ്യാപേക്ഷയെ ഹൈക്കോടതിയിൽ ഇഡി ശക്തമായി എതിർത്തു. ജാമ്യ ഹർജികൾ നാളെ ഹൈക്കോടതി പരിഗണിക്കും. CMRL മാസപ്പടി ഇടപാടുകളിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മിന്നൽ പരിശോധന നടത്തിയത്. മെയ് 27-നായിരുന്നു 8 മണിക്കൂറോളം നീണ്ട ആ റെയ്ഡ് നടന്നത്. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നത്. മാസപ്പടി കേസിലെ ഇഡി അന്വേഷണത്തിനുള്ള നിയമപരമായ തടസ്സങ്ങൾ ഹൈക്കോടതി നീക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ റെയ്ഡ് സംഘടിപ്പിച്ചത്. എന്നാൽ പരിശോധന കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് മടങ്ങിയ വാഹനങ്ങൾ ഒരു സംഘം ആളുകൾ വളയുകയായിരുന്നു. CPM, DYFI, SFI പ്രവർത്തകർ കല്ലുകൾ, ഇഷ്ടികകൾ, മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇഡി ഉദ്യോഗസ്ഥരുടെ കാറുകൾ ആക്രമിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ 60 ദിവസം ജയിലിൽ കിടന്നിട്ടും ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്നാണ് CPM പ്രവർത്തകരായ പ്രതികൾ കൂട്ടത്തോടെ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിലവിൽ 60 ദിവസത്തിലേറെയായി ജാമ്യം ലഭിക്കാതെ 24 CPM പ്രവർത്തകർ ജയിലിലാണ് കഴിയുന്നത്. നേരത്തെ 2 വട്ടം സെഷൻസ് കോടതി ഇവരുടെ ജാമ്യ ഹർജി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികൾ ആദ്യമായി ഹൈക്കോടതിയിലേക്ക് എത്തിയത്. 5-ാം പ്രതി ശ്രീജിത്ത്, 7-ാം പ്രതി അനിൽകുമാർ, കൂടാതെ ഷഫി, കിരൺ, നിഷാദ്, ജീവൻ അടക്കമുള്ള 7 പേരാണ് ഇതിനകം ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഈ 7 പ്രതികളുടെ ജാമ്യ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. പ്രതികളുടെ ജാമ്യ നീക്കത്തിന്മേൽ ഇഡിയും കേസിൽ കക്ഷി ചേർന്ന് ശക്തമായ നീക്കമാണ് നടത്തുന്നത്. എല്ലാ കേസിലും കക്ഷി ചേർക്കാൻ ഇഡി കോടതിയിൽ അപേക്ഷ നൽകി കഴിഞ്ഞു. പ്രതികളുടെ ജാമ്യ ഹർജി ഇഡി ഹൈക്കോടതിയിൽ ശക്തമായി എതിർക്കുകയാണ്. ഇഡി അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ ആക്രമണമാണ് അന്ന് നടന്നതെന്നാണ് ഇഡിയുടെ പ്രധാന വാദം. ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി അന്വേഷണത്തിൽ നിന്നും പിന്തിരിപ്പിക്കലായിരുന്നു അക്രമികളുടെ ലക്ഷ്യം. പിണറായി വിജയന്റെ വീടിന് മുന്നിൽ നടന്നത് പെട്ടെന്നുണ്ടായ പ്രകോപനം മൂലമുള്ള ആക്രമണമല്ല. പരിശോധന കഴിഞ്ഞ ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോൾ നടത്തിയ ഈ ആക്രമണം കൃത്യമായി സമയമെടുത്ത് ആലോചിച്ച ശേഷമുള്ളതാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നാണ് ഇഡിയുടെ വാദം. രാജ്യത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് ലഘുവായി കാണരുതെന്നും ഇഡി കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തടയാൻ ഭാഗിക കുറ്റപത്രം നൽകുവാൻ അന്വേഷണ സംഘവും നീക്കം നടത്തുന്നുണ്ട്. അങ്ങനെ വന്നാൽ പ്രതികൾക്ക് ജയിലിൽ നിന്ന് ഉടനൊന്നും പുറത്തിറങ്ങാനാകില്ല. മെയ് 27-ന് വൈകുന്നേരത്തോടെയാണ് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. റെയ്ഡ് പൂർത്തിയാക്കി ഇഡി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് മടങ്ങിയ വാഹനങ്ങൾ ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തുകയായിരുന്നു. അവിടെ തടിച്ചുകൂടിയ CPM, DYFI, SFI പ്രവർത്തകർ കല്ലുകൾ, ഇഷ്ടികകൾ, മരക്കഷ്ണങ്ങൾ കൊണ്ട് ഇഡി ഉദ്യോഗസ്ഥരുടെ കാറുകൾക്ക് നേരെ ക്രൂരമായ ആക്രമണം അഴിച്ചുപിടിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ കല്ലേറും അക്രമവും. ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അറസ്റ്റാണ് തുടർന്ന് നടന്നത്. എന്നാൽ കേസിൽ പ്രതികളായ CPM പ്രവർത്തകർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് തുടർന്നു പോകുന്നത്. കാരണം നിയമവിവരങ്ങളിലേക്ക് കടന്നാൽ ഈ കേസിൽ അറസ്റ്റിലായി 60 ദിവസം ജയിലിൽ കിടന്നിട്ടും ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ CPM പ്രവർത്തകർ ഇപ്പോൾ കൂട്ടത്തോടെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നിലവിൽ 60 ദിവസത്തിലേറെയായി ഒരു തരത്തിലുമുള്ള ജാമ്യം ലഭിക്കാതെ 24 CPM പ്രവർത്തകരാണ് ജയിലിൽ തുടർന്നത്. നിയമപ്രകാരം നിശ്ചിത ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകിയില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടാകും. എന്നാൽ ഭാഗിക കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിലൂടെ പ്രതികളുടെ ഈ നീക്കത്തെ തടയാനും സാധിക്കും. അങ്ങനെ വന്നാൽ പ്രതികൾക്ക് ജയിലിൽ നിന്ന് ഉടനൊന്നും പുറത്തിറങ്ങാനാകില്ല എന്ന നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നാളെ ഹൈക്കോടതി ഈ 7 പ്രതികളുടെയും ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇഡിയുടെ വാദങ്ങളും അന്വേഷണ സംഘത്തിന്റെ നിലപാടുകളും കോടതി വിശദമായി പരിശോധിക്കും. അതുകൊണ്ട് തന്നെ നാളത്തെ ഹൈക്കോടതി വിധി ഈ കേസിൽ അതീവ നിർണായകമാകും.